കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സമപ്രായക്കാരോടുള്ള ഇടപെടൽ ഇതിനെല്ലാം തകിടം മറിക്കുന്ന അപകടമായ സാഹചര്യമാണ് മൊബൈൽ ഉപയോഗം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കൈവശം മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ വണ്ടർ കിഡ് പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപഭോക്താക്കൾക്ക് അപകടകരമാണ്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടിയോട് സ്നേഹമല്ല, മറിച്ച് കുട്ടിയുടെ മറ്റ് വാസനകളെയും കഴിവുകളെയും മുളയിലെ നുള്ളുകയാണ്. പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്ന കുട്ടികളോട് വലിയ വലിയ പതിയാണ് അവർ വിശേഷിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ മൊബൈൽ ഫോൺ നൽകാത്തതിനും ഉപയോഗം നിയന്ത്രിച്ചതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള കേരളത്തിലാണ്. കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്നത് നിരവധി കേസുകളാണ്. ലഹരിക്കടിമപ്പെടുന്നവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളും സൃഷ്ടിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് എത്തും. ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും. ഒരു ദിവസത്തിൽ 12 മണിക്കൂറിൽ അധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർദ്ധിച്ചു വരികയാണ്. 15 മുതൽ 17 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും ഡി ഡാറ്റ് സെന്ററുകളിൽ എത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകൾ കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗത്തിന്റെ അടിമകളാകുന്നു. സ്മാർട്ട് ഫോൺ പോലുള്ളവയുടെ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണ്. പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത്. പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവാക്കുന്നതോടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്ക് ചെന്ന് പെടുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇതിന് പണം കിട്ടാതെ വരുന്നതോടെ വീട്ടിൽ നിന്നും മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് സാധാരണയായി മാറിക്കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്ക് അമിതമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ പ്രണയക്കിണിയിൽ വീഴുന്നത് സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്കുണ്ടാകുകയും ചെയ്യുന്നു. പ്രണയബന്ധം ശാരീരിക ചൂഷണങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ പോലും ഇതറിയുന്നത്. പഠനത്തിൽ താല്പര്യമില്ലാതാവുക, വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ പരിണിത ഫലങ്ങളാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിംഗിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്നും മുക്തമാക്കാനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകാനും ഡി ഡാറ്റ് സെന്ററുകൾക്ക് സാധിക്കുന്നുണ്ട്. സെന്ററിലെത്തുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും.